നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ള 2026 ഫെബ്രുവരി മാസത്തെ പ്രധാന പ്രവചനങ്ങളാണ്. നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, പ്രണയം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ആദ്യം ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി നോക്കാം. മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിഷത്തിൽ 6ാം സ്ഥാനം എന്നത് രോഗങ്ങളെയും ശത്രുക്കളെയും സൂചിപ്പിക്കുന്നു. ഫെബ്രുവരി 13 സൂര്യൻ 7ാം ഭാവത്തിലേക്ക് രാശി മാറുന്നു. സൂര്യനോടൊപ്പം ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളും 6ാം ഭാവത്തിൽ തന്നെയുണ്ട്. 4 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. രാഹു 7ാം സ്ഥാനത്തും കേതു നിങ്ങളുടെ ജന്മരാശിയിൽ തന്നെയുമാണ് നിൽക്കുന്നത്. ഇത് പലപ്പോഴും ചിന്തകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ കാരണമായേക്കാം. ശനി ഇപ്പോൾ നിങ്ങളുടെ 8ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇതിനെയാണ് അഷ്ടമശനി എന്ന് വിളിക്കുന്നത്. പൊതുവെ തടസ്സങ്ങളുടെയും പ്രശ്നങ്ങളുടെയും സമയമാണിത്. വ്യാഴം 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 11ാം സ്ഥാനം എന്നത് ലാഭത്തെയും നേട്ടങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികൾക്കിടയിലും നിങ്ങൾക്ക് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറപ്പായും പറയാം. ഫെബ്രുവരി മാസത്തിൽ ചിങ്ങം രാശിക്കാർ ആരോഗ്യകാര്യത്തിൽ ചില മുൻകരുതലുകൾ എടുക്കുന്നത് നല്ലതാണ്. ജ്യോതിഷ നിയമങ്ങൾ അനുസരിച്ച് ജാതകത്തിലെ 6ാം ഭാവം എന്നത് രോഗങ്ങളെയും ശത്രുക്കളെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. എന്നാൽ നിങ്ങളുടെ രാശ്യാധിപനായ സൂര്യൻ ഇപ്പോൾ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്കൊരു വലിയ ആശ്വാസമാണ്. കാരണം രോഗങ്ങളുടെ സ്ഥാനത്ത് സൂര്യനെ പോലെ ഒരു ശക്തമായ ഗ്രഹം നിൽക്കുന്നത് അസുഖങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പേടിക്കാനില്ല. എങ്കിലും ശരീരത്തിന് ചില ചെറിയ അസ്വസ്ഥതകൾ ഈ മാസം ഉണ്ടായേക്കാം. പ്രധാനമായും തോളല് വേദന, നടുവേദന എന്നിവ നിങ്ങളെ അലോസരപ്പെടുത്തിയേക്കാം. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരോ ഭാരമുള്ള ജോലികൾ ചെയ്യുന്നവരോ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ കൈകാലുകളിലെ സന്ധികളിൽ ചെറിയ രീതിയിലുള്ള വേദനകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ എന്നിവ ഈ മാസം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം. ഇതിന് പ്രധാന കാരണം ശാരീരികമായ തളർച്ചയല്ല, മറിച്ച് അമിതമായ ചിന്തകളാണ്. സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ആലോചിച്ചു കൂട്ടുന്നത് നിങ്ങളുടെ മനസ്സിന് വലിയ ഭാരം നൽകും. അനാവശ്യ ടെൻഷൻ ഒഴിവാക്കി മനസ്സ് ശാന്തമാക്കി വെച്ചാൽ ഈ തലവേദനയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും. ഏറ്റവും പോസിറ്റീവായ കാര്യം എന്തെന്നാൽ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ഈ മാസം വളരെ ശക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ശരീരം അതിനെ പെട്ടെന്ന് തന്നെ പ്രതിരോധിക്കും. അതുകൊണ്ട് ഈ മാസം വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചോർത്ത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ചിങ്ങം രാശിക്കാർക്ക് 2026 ഫെബ്രുവരി മാസം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ മികച്ച ഫലങ്ങൾ ലഭിക്കും. ജ്യോതിഷത്തിൽ 5ാം ഭാവമാണ് ബുദ്ധിയെയും പഠനത്തെയും സൂചിപ്പിക്കുന്നത്. ഈ മാസത്തിൽ നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെയും ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട്. വ്യാഴം അറിവിന്റെയും ബുദ്ധിയുടെയും ഗ്രഹമാണ്. ശനിയാകട്ടെ നീതിയുടെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമാണ്. ഇവരുടെ സ്വാധീനം വരുന്നത് വഴി നിങ്ങൾക്ക് കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാനും പഠനത്തിൽ കൃത്യനിഷ്ഠ പാലിക്കാനും സാധിക്കും. കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങളുടെ പഠനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ, ഉദാഹരണത്തിന് വിഷയം മനസ്സിലാക്കാനുള്ള പ്രയാസം, പരീക്ഷാ തടസ്സങ്ങൾ അല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നിവയുണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം ഈ മാസം നീങ്ങിക്കിട്ടും. പഠനത്തിൽ പുതിയൊരു ഉന്മേഷം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ച കോഴ്സുകളിൽ ചേരാനോ അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള കോളേജുകളിൽ പ്രവേശനം ലഭിക്കാനോ ഉള്ള ഭാഗ്യം ഈ മാസം തെളിയുന്നുണ്ട്. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും ഈ സമയം ഗുണകരമാവും. ഈ ഫെബ്രുവരി മാസം ചിങ്ങം രാശിക്കാരുടെ പ്രണയ ജീവിതത്തിൽ ചില കയറ്റിറക്കങ്ങൾ നിറഞ്ഞ ഒരു സമയമായിരിക്കും. ഈ മാസം പ്രണയത്തിന്റെ കാര്യത്തിൽ എല്ലാം കൊണ്ടും നല്ലതാണെന്നോ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും മോശമാണെന്നോ പറയാൻ കഴിയില്ല.
ചില സമയങ്ങളിൽ വളരെ സന്തോഷവും മറ്റു ചിലപ്പോൾ ചെറിയ വഴക്കുകളും മാറി മാറി വരാൻ സാധ്യതയുള്ളതിനാലാണ് ഇതിനെ സമ്മിശ്ര ഫലം എന്ന് വിളിക്കുന്നത്. മാസത്തിന്റെ പകുതിയോടെ, അതായത് ഫെബ്രുവരി 10 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്രഹങ്ങളുടെ രാശിമാറ്റം നിങ്ങളുടെ സ്വഭാവത്തിൽ ചെറിയ ദേഷ്യമോ വാശിയോ ഉണ്ടാക്കിയേക്കാം. ഇത് ചെറിയ തർക്കങ്ങളിലേക്കും പിണക്കങ്ങളിലേക്കും നയിച്ചേക്കാം. വലിയ കാര്യങ്ങൾക്കൊന്നുമാകില്ല നിങ്ങൾ വഴക്കിടുന്നത് എങ്കിലും ഈ ദിവസങ്ങളിൽ അല്പം ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ഫെബ്രുവരി 10 ശേഷം, പ്രത്യേകിച്ച് 13 തീയതിയോടെയുള്ള ഗ്രഹമാറ്റത്തിന് ശേഷം പ്രണയബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ നീങ്ങാൻ തുടങ്ങും. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ നിലനിന്നിരുന്നെങ്കിൽ അവ സംസാരിച്ചു തീർക്കുവാനും പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും ഈ സമയം സഹായിക്കും. ഈ മാസം നിങ്ങളുടെ പ്രണയബന്ധം തകരാതെ കാക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ടത് ക്ഷമയാണ്. സംസാരിക്കുമ്പോൾ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിന് പങ്കാളിയോട് മോശമായി സംസാരിച്ചാൽ അത് പിന്നീട് വലിയ വിഷമത്തിന് കാരണമാകും. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കാനും സമാധാനപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും ശ്രമിക്കണം. ഫെബ്രുവരി മാസം ചിങ്ങൻ രാശിക്കാരുടെ കുടുംബജീവിതത്തിൽ കുറച്ച് ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ജീവിത പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ചെറിയ ഉലച്ചിലുകൾ തട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്ന 7ാം ഭാവത്തിലാണ് ഇപ്പോൾ രാഹു നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ രാഹു എന്നത് ആശയക്കുഴപ്പങ്ങളുടെയും ഭ്രമങ്ങളുടെയും ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ പങ്കാളി പറയാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞുവെന്ന് നിങ്ങൾക്ക് തോന്നാനോ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെ തെറ്റായി വ്യാഖ്യാനിക്കാനോ സാധ്യതയുണ്ട്. ഈ തെറ്റിദ്ധാരണ കുരുക്കിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യം എന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു മനോഹരമായ യാത്രയാണ്. ഈ മാസം ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതാണ് ശരി എന്ന വാശി ഉപേക്ഷിക്കേണ്ടി വരും. പങ്കാളിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് വലുതാക്കാതെ വിട്ടുകളയുന്നത് വീട്ടിലെ സമാധാനം നിലനിർത്താൻ സഹായിക്കും. വിട്ടുകൊടുക്കുന്നത് തോൽവിയല്ല, മറിച്ച് ബന്ധത്തോടുള്ള സ്നേഹമാണെന്ന് ഓർക്കുക. നിങ്ങളുടെ ആരോഗ്യം പോലെ തന്നെ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ഈ മാസം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഏതൊരു പ്രശ്നത്തിനും പരിഹാരമെന്നത് തുറന്ന സംസാരവും പരസ്പര ധാരണയുമാണ്. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പങ്കാളിയോട് ശാന്തമായി സംസാരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കാനും തയ്യാറാവുക. ഇത്തരത്തിൽ മനസ്സ് തുറന്ന് പെരുമാറിയാൽ വലിയ വഴക്കുകളോ പ്രശ്നങ്ങളോ ഇല്ലാതെ ഈ മാസത്തെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം ഭാഗ്യദേവത ഒപ്പമുണ്ടാകും എന്ന് തന്നെ പറയാം. കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ നേട്ടങ്ങൾ ഈ മാസം ഉണ്ടാക്കും. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ അധിപനായ ചൊവ്വ ഇപ്പോൾ അതീവ ശക്തമായ നിലയിലാണ്. അതായത് ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചബലത്തോടുകൂടി നിൽക്കുന്നു. ചൊവ്വ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ആത്മവിശ്വാസവും തളരാത്ത പോരാട്ട വീര്യവും ലഭിക്കും. അതുകൊണ്ട് തന്നെ ഭാഗ്യം നിങ്ങളെ പല കാര്യങ്ങളിലും തുണയ്ക്കുന്നത് ഈ മാസം നേരിട്ട് അനുഭവപ്പെടും. ഒരു വീട് വാങ്ങാനോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാനോ നിങ്ങൾ കുറെ നാളായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. തടസ്സപ്പെട്ട് കിടന്ന അത്തരം ഇടപാടുകൾ പെട്ടെന്ന് നടക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനോ പുതിയ കരാറുകളിൽ ഒപ്പിടാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുകൂല സമയമാണ്. നിങ്ങൾ IT, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണോ എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ മൾട്ടിനാഷണൽ കമ്പനികളിലോ വലിയ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനോ ശമ്പള വർധനവോ അല്ലെങ്കിൽ പുതിയ സ്ഥാനമാനങ്ങളോ തേടിയെത്തിയേക്കാം. നിലവിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. നിങ്ങൾ പണ്ട് നൽകിയ അപേക്ഷകൾക്കോ ഇന്റർവ്യൂകൾക്കോ ഇപ്പോൾ അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വിജയത്തിന്റെ മാസമാണ്. ബിസിനസ്സിലെ കാര്യങ്ങളെ ഒട്ടും നിസ്സാരമായി കാണരുത്. എല്ലാം താനേ നടന്നോളും എന്ന അലസമായ മനോഭാവം ഈ മാസം നിങ്ങൾക്ക് തിരിച്ചടിയായേക്കാം. ഓരോ ചെറിയ ഇടപാടിലും നിങ്ങളുടെ നേരിട്ടുള്ള ശ്രദ്ധയുണ്ടെന്ന് ഉറപ്പുവരുത്തണം.
ഭാഗ്യം കൂടെയുണ്ടെങ്കിലും കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ കഴിയൂ. മടിയും തീരുമാനങ്ങൾ എടുക്കുന്നതിലെ താമസവും ഒഴിവാക്കണം. നിങ്ങൾ എത്രത്തോളം അധ്വാനിക്കുന്നുവോ അത്രത്തോളം വലിയ ലാഭം ഈ മാസം ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ് വികസിപ്പിക്കാനോ പുതിയ മേഖലകളിലേക്ക് കടക്കാനോ ഉള്ള ധൈര്യം കാണിക്കേണ്ട സമയമാണിത്. പേടി മാറ്റിവെച്ച് ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്താൽ അത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.